സർ നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ നമ്മൾ പല രാജ്യങ്ങളിൽ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേരുകൾ ഉയർന്നു കേൾക്കുന്നതുമൊക്കെ സ്വാഭാവികമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അവസാനം അദ്ദേഹം പോയി വന്നത് മാൽദീവ്സിലാണ്. മാൽദീവ്സിൽ പോയി വന്ന് അവിടെ വലിയ വമ്പൻ പ്രഖ്യാപനമൊക്കെ നടത്തി. അതിനുശേഷം നമ്മൾ കാണുന്നത് തമിഴ്നാട്ടിൽ എത്തുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെയാണ്. അവിടെ ചെന്നിട്ട് അദ്ദേഹം വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നു. രാജരാജ ചോളൻ്റെയും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ്റെയും പ്രതിമകൾ സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു തമിഴ്നാടിൻ്റെ മാറ്റത്തിനുതകുന്ന രീതിയിലുള്ള തമിഴ് സംസ്കാരത്തെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചില നിലപാടുകൾ മോദിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. സർ, ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതാണ് നരേന്ദ്രമോദി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് എന്തുകൊണ്ട് വർഷങ്ങളായിട്ട് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, അതിനുശേഷം വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നു. അതാണ് നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയക്കാരൻ. അതാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇപ്പൊ ചോദിച്ചില്ലേ തമിഴ്നാട്ടിലെ വിഷയം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവിടുത്തെ എൻട്രി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഒരു സംശയമാണത്. പണ്ട് ഒരു സിനിമയ്ക്കകത്തിൽ അഴകിയ രാവണൻ എന്നുള്ള സിനിമയ്ക്കകത്തില് ഇന്നസെന്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പോലീസുകാർക്ക് എന്തുവായി വീട്ടിൽ കാര്യവും എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പൊടുന്നനെ വന്നിറങ്ങുകയാണ്. അതിനു മുമ്പ് എവിടെയായിരുന്നു? ബ്രിട്ടനിൽ പോയിട്ട് ചരിത്ര പ്രാധാന്യം വിശേഷിപ്പിക്കാവുന്ന കരാറുകൾ ഒപ്പിട്ടു. ഇന്ത്യക്കും ബ്രിട്ടനും അനുകൂലമായിട്ടുള്ള ഒരുപാട് കരാറുകളാണ്. ഏതാണ്ട് 99% നികുതി അളവോടുകൂടിയുള്ള കരാറുകൾ ഒപ്പിട്ടു. അതിനുശേഷം മാലദ്വീപ്സിൽ പോയിട്ട് അവിടെ നിന്ന് പ്രധാനമന്ത്രി അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് സംസാരിക്കുന്നു. ആ സമയത്തൊക്കെ നമ്മൾ കാണുന്നത് വലിയ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വലിയ ആചാര മര്യാദകളോടെയും രാഷ്ട്രത്തലവന് കിട്ടുന്ന എല്ലാ ഉപചാരങ്ങളോടെയും കാണുന്നത് നരേന്ദ്രമോദിയാണ്. പക്ഷെ മിനിയാന്ന് രാവിലെ എന്താണ് നമ്മൾ കണ്ടത്? മിനിയാന്ന് രാവിലെ കണ്ടത് ഒരു തമിഴ് വസ്ത്രധാരണം, ഒരു തനി തമിഴനായ ഒരു അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ ഒരു തമിഴനായ ഒരു പ്രധാനമന്ത്രിയാണ്, ഒരു നരേന്ദ്രമോദിയാണ് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടത്. അരിയല്ലൂരിലെ ഗംഗൈ കൊണ്ട ചോളൻ ക്ഷേത്രം, അത് അവരുടെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് അവരുടെ. പിന്നെ അതേപോലെ തന്നെയാണ് തഞ്ചാവൂര് ബൃഹദേശ്വര ക്ഷേത്രം. ഇതൊക്കെ അവരുടെ കാലത്ത്, ചോളന്മാരുടെ കാലത്ത് പണി കഴിപ്പിച്ചതാണ്. ആ വലിയ സംസ്കൃതിയെ, തമിഴ്നാടിന്റെ ആ വലിയ സംസ്കൃതിയെ ചേർത്ത് പിടിക്കുകയാണ് അദ്ദേഹം. അവിടുത്തെ ആചാര്യന്മാരുടെ പ്രതിമകൾ, അന്നത്തെ അതിന്റെ സ്ഥാപകരുടെ പ്രതിമകളൊക്കെ അവിടെ സ്ഥാപിക്കാൻ പോവുകയാണ്. വലിയ മാറ്റം. ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലം, പാർലമെന്റിന്റെ ഉദ്ഘാടന സമയത്തും അദ്ദേഹം ചെയ്തിരുന്നു. പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന സമയത്തും തമിഴ്നാട്ടിൽ നിന്നാണ് അത്തരം ബിംബങ്ങളും ഒക്കെ അദ്ദേഹം സ്വീകരിച്ചത്. അന്ന് വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല. ഒരു വലിയ സംസ്കൃതി, ഒരു വലിയ സംസ്കാരത്തിന്റെ പാരമ്പര്യമുള്ള സ്ഥലമാണ് തമിഴ്നാട്. അവിടെ നിന്നാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതേപോലെ തന്നെ കലാസാഹിത്യം, അത് നമ്മൾ കണ്ടില്ലേ? അവിടെ ഇളയരാജയാണ് ഭക്തിഗാനങ്ങൾ, അല്ലെ, കീർത്തനങ്ങൾ ആലപിക്കാനായിട്ട്. കൂട്ടത്തിൽ മലയാളിയായ മധു ബാലകൃഷ്ണൻ ഒരു ഭാഗ്യം കിട്ടി. അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ മുഖം, കുങ്കുമക്കുറിയും ഭസ്മവും ഒക്കെ ധരിച്ച ഒരു തനി ഭക്തനായ ഒരു പറഞ്ഞല്ലോ, ഇദ്ദേഹം രാഷ്ട്രീയക്കാരനാണെന്ന് പോലും നമുക്ക് സംശയിച്ചു പോകും. അതേപോലത്തെ ഒരു മുഖമാണ് കണ്ടത്. എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? ഇന്നിപ്പോ രാവിലെ 11 മണിക്ക് ശേഷം നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് നമ്മുടെ പാർലമെന്റിന്റെ 2 സഭകളിലും ഓപ്പറേഷൻ സിന്ദൂർ വരികയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചർച്ച വരികയാണ്. ഏതാണ്ട് 15 മണിക്കൂർ ചർച്ചയാണെന്നാണ് പറയുന്നത്. ആ ചർച്ചയിൽ ഇടപെട്ട് പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അന്നേരം കാണുന്ന മുഖം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അന്നേരം ഈ പറയുന്നത് പോലത്തെ മുഖങ്ങളൊന്നും ആയിരിക്കത്തില്ല. അങ്ങനെ തമിഴ്നാടിനെ കൃത്യമായിട്ട് അദ്ദേഹം ഫോക്കസ് ചെയ്യുകയാണ്. എന്ന് കരുതി ഭക്തിയും സംഗീതവും മാത്രമല്ല തമിഴ്നാടിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ ലക്ഷ്യത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണത്. അപ്പൊ അവിടെ അത്തരം പാരമ്പര്യങ്ങളെ പിടിക്കണം. അതോടൊപ്പം തന്നെ അവിടെ വികസന പദ്ധതികളും വേണം. മിനിയാന്ന് വന്നിറങ്ങിയപ്പോ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഖ്യാപനം നമ്മൾ കേട്ടില്ലേ? 5000 കോടി രൂപയുടെ പദ്ധതിയാണ് തെക്കൻ തമിഴ്നാടിന് ഇട്ടുകൊടുത്തിരിക്കുന്നത്. 5000 കോടി രൂപയുടെ പദ്ധതി. നമുക്ക് കേരളത്തിന് ചിന്തിക്കാനൊക്കെ ഒന്നല്ല. നമ്മുടെ വയനാട് ഉണ്ടാക്കി ചൂരൽമല ദുരന്തത്തിന്റെയൊക്കെ കാര്യങ്ങളിൽ നമ്മൾ കടന്നു കരയുകയാണ്. പക്ഷെ ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. തമിഴ്നാടിന് ഒറ്റ ദിവസം തെക്കൻ തമിഴ്നാട് കൊടുത്തത് 5000 കോടിയാണ്. അത് പല മേഖലകളിലാണ്. ഒന്ന് റെയിൽവേ, ഊർജം, വ്യോമയാനം, ദേശീയപാത, ഈ 4 സെക്ടറിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഊർജ സെക്ടർ എന്ന് പറഞ്ഞാൽ കൂടംകുളമാണ്. കൂടംകുളം നമ്മുടെ അറിയാം, കന്യാകുമാരി ജില്ലയുടെ തെക്കൻ സ്ഥലത്ത് കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആണവ നിലയമാണ്.
അത് തമിഴ്നാടിനും കേരളത്തിനും പ്രയോജനമുണ്ട്. കേരളത്തിനും പ്രയോജനപ്പെടുന്ന ഒരു വലിയ പദ്ധതിയുടെ എക്സ്പാൻഷൻ സ്കീം വന്നിട്ടുണ്ട്. അതിനൊരു പദ്ധതി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൂത്തുക്കുടി നമ്മൾ ശ്രദ്ധിക്കണം. തൂത്തുക്കുടിയിലെ വിമാനത്താവളം, അവിടുത്തെ ആഭ്യന്തര ടെർമിനല് വികസിപ്പിക്കാൻ പോവുകയാണ്. വികസിപ്പിച്ചിട്ട് അവിടെ വലിയ വിമാനങ്ങൾ കറങ്ങുന്നതിനും അതേപോടൊപ്പം തന്നെ കൂടുതൽ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനായിട്ടും തൂത്തുക്കുടി വിമാനത്താവളം വികസിപ്പിക്കുന്നു. ആ മണ്ഡലം ഒന്ന് ആലോചിച്ച് നോക്കണം. പാർലമെന്റ് മണ്ഡലത്തെ പ്രതികരിക്കുന്നത് സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ സഹോദരിയാണ്, MK സ്റ്റാലിന്റെ സഹോദരിയാണ്. അവിടെ കനിമൊഴിയാണ് ആ മണ്ഡലത്തിലെ MP എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ വികസന സൗകര്യങ്ങളും കൊടുക്കുകയാണ്. പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ തന്നെ അവർ വിദേശ രാജ്യങ്ങളിൽ ഓപ്പറേഷൻ വിശദീകരിക്കാൻ പോയിരുന്നു. അവരുടെ മികച്ച പ്രകടനവുമായിരുന്നു. തരൂരിനോടൊപ്പം തന്നെ മികച്ച പ്രകടനമായിരുന്നു അവർ നടത്തിയത്. അപ്പൊ അവര് അതിനകത്തിലൊരു സങ്കുചിത മനോഭാവമൊന്നും അവർ കാണിച്ചിരുന്നില്ല. ഒരു വിശാല രാജ്യ താല്പര്യം മുൻനിർത്തി സംസാരിച്ച MP ആണ്. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ സ്കീം അതാണ്. മൂന്നാമത്തെ സ്കീം എന്ന് പറയുന്നത് മധുര ബോഡി നായ്ക്കന്നൂര്. മധുരയിൽ നിന്ന് ബോഡി നായ്ക്കന്നൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലയുടെ അതിർത്തിയാണ്. അവിടത്തേക്കുള്ള റെയിൽവേ ലൈൻ ഇപ്പൊ അത് ഓടുന്നുണ്ട്, അപ്പൊ സർവീസ് നടക്കുന്നുണ്ട്. അതിന്റെ വൈദ്യുതീകരണത്തിനും അദ്ദേഹം അനുമതി കൊടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ബോഡി നായ്ക്കന്നൂർ വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ്. നമുക്ക് ഇടുക്കി വഴി കേരളത്തിലേക്ക് ഈ ലൈൻ, അവർ കമ്പം വരെ ലൈൻ വലിച്ചു കഴിഞ്ഞാൽ തീവണ്ടിപ്പാത ഇട്ട് കഴിഞ്ഞാൽ കേരളത്തിന് വലിയ ടൂറിസം സാധ്യത തെളിയുന്ന ഒരു വലിയ പദ്ധതിയാണത്. അതും വരികയാണ്. അതേപോടൊപ്പം തന്നെയാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ. നാഗർകോവിൽ മുതൽ കന്യാകുമാരി വരെയുള്ള റെയിൽവേ സ്റ്റേഷന്റെ വികസനം അത് ഡബിൾ ചെയ്യാൻ പോകുന്നു. അതിന്റെ സ്റ്റേഷൻ വലിയ ഇതായിട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വികസന പ്രവർത്തനങ്ങളാണ് കന്യാകുമാരി നടക്കുന്നത്. അവിടെ ഇവർക്ക് ലക്ഷ്യങ്ങളുണ്ട്, ലക്ഷ്യങ്ങളില്ല എന്ന് പറയാനൊക്കത്തില്ല. അവരുടെ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. പൊൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന MP ഒക്കെ ജയിച്ചു വന്ന അവരുടെ പരമ്പരാഗത മണ്ഡലവുമാണത്. അപ്പൊ വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ നീങ്ങുന്നത്. അവരുടെ സംസ്കൃതിയെയും പാരമ്പര്യത്തെയും ആചാരങ്ങളെയും ഒക്കെ അത് പുനരുദ്ധരിക്കുന്നുണ്ട്. അതിനെയെല്ലാം മുറുകെ പിടിക്കുന്നുണ്ട്. കലാസാഹിത്യ രംഗങ്ങൾക്കും മുൻഗണന കൊടുക്കുന്നു. ഇരുപക്ഷെ ഇളയരാജയൊക്കെ വരാം. ഇളയരാജയൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് വരുമോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം രാജ്യസഭയിലേക്ക് നിർദ്ദേശം ചെയ്തത് മോദി സർക്കാരാണല്ലോ. അദ്ദേഹമൊക്കെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് മോദിക്ക് വേണ്ടി സംസാരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്നൊരു രാഷ്ട്രീയ നേട്ടമുണ്ടല്ലോ. അതിനെയൊക്കെ നമുക്കിപ്പോൾ ചിന്തിക്കാൻ പോലും ഒക്കുന്നില്ല. അപ്പൊ അതോടൊപ്പം തന്നെയാണ് വികസന പദ്ധതികളുടെ കാര്യത്തിലും കൃത്യതയുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഒരു ആരോപണം വന്നിരിക്കുന്ന അതൊന്നുമല്ല. ഇപ്പം എതിർകക്ഷികൾ ആരോപിച്ചിരിക്കുന്നത് ഈ തെക്കൻ തമിഴ്നാട് മോദി കേന്ദ്രീകരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് അദാനിയുടെ വിഴിഞ്ഞം പോർട്ട് നമ്മുടെ കേരളത്തിന്റെ സഹകരണത്തോടുകൂടി നടത്തുന്ന വികസന പോർട്ടാണത്. അതിന്റെ രണ്ടാം ഘട്ട വികസനമൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ഭൂമി വേണം. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്തിന് ഔട്ടർ റിംഗ് പദ്ധതിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ കൊണ്ട് സ്ഥലം തികയത്തില്ല. നമ്മുടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു, വ്യവസായ പാർക്ക്, ഇൻഡസ്ട്രിയൽ പാർക്ക്, മറ്റ് IT ഹബ്ബുകൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് വലിയ പദ്ധതികൾ കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. നമ്മൾ സ്ഥലം ചോദിക്കാൻ പറഞ്ഞു. പക്ഷെ സ്ഥലമില്ല, കേരളത്തിൽ സ്ഥലമില്ല. പക്ഷെ തമിഴ്നാട് കണ്ടില്ലേ, തമിഴ്നാട് വളരെ ബുദ്ധിപരമായിട്ട് തിരുനെൽവേലി ജില്ലയിലെ നാങ്കുനേരി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഏതാണ്ട് 3000 ഏക്കർ സ്ഥലമാണ് ഇപ്പൊ അവർ വിട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പൊ വിഴിഞ്ഞത്തിന്റെ നേട്ടം അനുഭവിക്കാൻ പോകുന്നത് തമിഴ്നാടാണ്. ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ടായിരിക്കാം. ഇതെല്ലാം എല്ലാത്തിനെയും അങ്ങനെ രാഷ്ട്രീയ കണ്ടുകൊണ്ട് കാണാൻ സാധ്യമല്ല നമുക്ക്. അപ്പൊ അതുകൂടെ കണ്ടുകൊണ്ടായിരിക്കാം ഇത്തരത്തിലേറെ കോടികളുടെ വികസന പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. ഇതെല്ലാം നടപ്പാവുകയും ചെയ്യും, വളരെ പെട്ടെന്ന് നടപ്പാവുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ തമിഴ്നാടിനകത്തിലൊരു തമിഴ്നാട്ടിലെ കണ്ണ് രണ്ടുപേരും വിട്ടിട്ടില്ല. അമിത്ഷാ അത് ആദ്യം തന്നെ പരസ്യമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരം പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും ഇതൊക്കെ തന്നെയാണ് നമുക്ക് നിഴലിച്ച് കാണുന്നത്. കഴിഞ്ഞ ദിവസത്തെ തന്നെ തമിഴ്നാടിൻ സന്ദർശനത്തെ ആ ഒരു ആംഗിളിൽ കൂടെ വേണം നമ്മൾ നോക്കിക്കാണാൻ.